വാർത്തയിലേക്കാണ് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോഴിക്കോട് കുറ്റ്യാടിയിലെ പൊതുയുഗയാത്രയുടെ വേദിയിൽ തമ്മിലടിച്ച കോൺഗ്രസ് നേതാക്കൾ. വേദിയിൽ സംസാരിക്കാൻ നേതാക്കളെ ക്ഷണിച്ച ക്രമത്തിൽ സ്ഥലം എം പി ഷാഫി പറമ്പിലിന് അതൃപ്തി. ആദ്യം സംസാരിക്കാൻ ക്ഷണിച്ചത് ജാഥ ക്യാപ്റ്റനായ വി ഡി സതീശനെ. അതൃപ്തിക്ക് പിന്നാലെ വേദിയിൽ പിടിയും വലിയും. വി ഡി സതീശന് ഊഴമെത്തിയപ്പോൾ ഒറ്റവരയിൽ പ്രസംഗം അവസാനിപ്പിച്ച ഷാഫി പറമ്പിൽ. കോഴിക്കോട് കോവൂരിൽ ഹോട്ടലിൽ വിദ്യാർത്ഥികളുടെ തമ്മിലടി. സംഘർഷമുണ്ടായത് ടേസ്റ്റി ഹട്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിൽ. സംഘർഷത്തിൽ ഹോട്ടലിന് വലിയ നാശനഷ്ടം. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി ഹോട്ടലുടമ. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റെന്ന ബജറ്റ് ചർച്ചയിൽ രാഹുൽ. ഇന്ത്യയെ വിൽക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് നാണമില്ലേ? ഇവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്ക. അമേരിക്കയ്ക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയെന്നും രാഹുൽ ഗാന്ധി. എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. 3.4 കോടി രൂപയോളം ദേവസ്വം ബോർഡിന് നഷ്ടം. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 10 ദിവസത്തിനകം മറുപടി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് സുപ്രീം കോടതി. കുടിമരത്തിലെ സ്വർണവും മോഷ്ടിച്ചില്ലേ എന്ന ചോദ്യം. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് നീട്ടി സുപ്രീം കോടതി. ജയശ്രീയെയും കൽപേഷിനെയും ചോദ്യം ചെയ്യാൻ ഇഡി. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. ഷിംജിത ജയിലിന് പുറത്തിറങ്ങുന്നത് അറസ്റ്റിലായി 21 ദിവസത്തിനു ശേഷം. കരസേന മുൻ മേധാവി MM നരവനെയുടെ പുസ്തകം ചോർന്നതിൽ അന്വേഷണം തുടങ്ങി ഡൽഹി പോലീസ്. പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന് നേരെ നോട്ടീസ് അയച്ചു. പുസ്തകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്ന് BJP. പാലായിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന തിരുത്തി ജോസ് കെ മാണി. റോഷി അഗസ്റ്റിൻ പറഞ്ഞത് സ്നേഹക്കൂടുതൽ കൊണ്ട്. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചൊരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുന്നതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. മത്സരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി. കേരളത്തെ പാടെ അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മോദി കേരളത്തിലെത്തിയപ്പോൾ മുണ്ടെടുത്തു, എന്നാൽ ബജറ്റിൽ കേരളത്തിന് ഒന്നും നൽകിയില്ല. കിട്ടിയത് ആമ ഗവേഷണ കേന്ദ്രം മാത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ ഓർത്തില്ലെങ്കിലും ആമകളെക്കുറിച്ച് ഓർത്തല്ലോ, അതിന് നന്ദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെ കേന്ദ്രം എങ്ങനെയാണ് കാണുന്നതെന്ന് ബജറ്റിലൂടെ മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. മഹാകവി വള്ളത്തോളിന്റെ കവിത ഉദ്ധരിച്ച അദ്ദേഹം മലയാളത്തിൽ തന്നെ വിമർശിച്ചു. കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പോലും സംശയിക്കുന്ന വിധത്തിൽ നിങ്ങൾ പെരുമാറിയതിലും അവഗണനയുടെ വേദനയായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നതിന് വിവേചനം അവസാനിപ്പിച്ചേ പറ്റൂ എന്നും അദ്ദേഹം പറഞ്ഞു. which has 100% literacy. Everybody know that. Whenever our Honorable Prime Minister is coming to Kerala, I am also glad to say that he used to wear mundu. To feel that dhoti. But
after hearing this budget, when one famous Malayalam poet is there, Vallathol Narayana Menon, ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. മഹാകവി വള്ളത്തോൾ പാടിയതാണ് ഭാരതത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും. പക്ഷേ കേന്ദ്ര സർക്കാർ കേരളത്തെക്കുറിച്ച് എങ്ങനെ കാണുന്നു എന്ന് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അഭിമാനപൂരിതമായിട്ടുള്ള ഭാരതമല്ല, കേരളത്തെക്കുറിച്ച് ചോര തിളക്കാനും പറ്റുന്നില്ല. ഞങ്ങൾ മനോവിഷമം കൊണ്ട്, വേദന കൊണ്ട് ഒരു സംസ്ഥാനം ഈ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയതിനായിട്ടുള്ള അവഗണനയുടെ വേദനയുമായിട്ടാണ് കേരളം ഇന്ന് സമീപിക്കുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. Are you not ashamed of selling India? Do you have no shame of selling India? You have sold our mother. Energy security gone. Now the United States will decide who we buy oil from. Yes. The United States will come to us and say you cannot buy oil from so and so and so and so and so and so. Russia, Iran, whoever they want, they will decide. Our Prime Minister will not decide. Please understand, and they will monitor. They will keep a watch, meaning they will look. And if India buys oil from anyone they do not want, they will punish us. And they will take our tariffs right back to 50%. What does it mean when America says you cannot buy oil from somebody? It means our energy is weaponized. What does it mean when they say your tariffs will go down, our tariffs will go down and yours will come up? It means finance trade is weaponized. Speaker sir, Anil Ambani is not a member of the House. He's not. So I can speak about Anil Ambani. He's a defense. He's involved in defense, sir. He's involved in defense. He's involved in defense budget. The subject. What time you are taking? No, I feel fine. No, not. How I can allow you? No. You are listening. How, if any subject is not related with the budget, you can't speak. Please, you can't speak. You can't. Ex-Congress party member. So I will do you a special favor today, sir. No, I will back down. ये चार्ज है. No, ये भी कार्रवाई हिस्सा नहीं बनेगा. मैं अगर आपको if you don't have any propriety for the chair, if you don't have, sometime your even present member of parliament used to occupy this chair. Selja Didi. You're a member of our party, sir. Ex-member. Ex-member, no. But we are fond of you, sir. I'm here like you. I'm here as a presiding officer. വിവരങ്ങളുമായി അതുല്യ ചേരുകയാണ്. അതുല്യ, എന്തായാലും ആദ്യത്തെ പ്രതികരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രതികരണത്തിൽ കാണുന്നുണ്ട് അമേരിക്കയിലേക്ക് വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ വിറ്റു എന്ന് പറയുന്നു. വളരെ നാണം കെട്ട കാര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ബഹളത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിലുണ്ടായ ബഹളത്തിലും വലിയ രീതിയിൽ അദ്ദേഹം പറയുമ്പോഴും എന്തായാലും സ്പീക്കർ സ്റ്റോപ്പ് എന്നതാണ് പറയുന്നത്. അനിൽ അംബാനിയുടെ പേര് അവിടെ പറയുമ്പോൾ നിർത്തൂ എന്നതാണ് സ്പീക്കർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു ബഹളം അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്, അല്ലേ അതുല്യ? തീർച്ചയായും രേണുക, ഇപ്പോൾ ഈ ഒരു പാർലമെന്റിൽ നടന്ന ഈ ഒരു ബജറ്റിന്റെ പ്രസംഗത്തിൽ ഇദ്ദേഹം നൽകിയ മറുപടിയിൽ പ്രധാനമായും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത്രത്തോളം അപകടകരമാവുക എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു വ്യാപാര കരാറിൽ ഒപ്പിടുമ്പോൾ സാധാരണയായി ഇരു രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രം ഗുണകരമാകുന്ന രീതിയിലല്ല ഒരു കരാർ ഒപ്പിടുക. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആനുപാതികമായ നേട്ടങ്ങളൊന്നുമില്ലാതെയാണ് ഇന്ത്യ ഈ വ്യാപാര കരാറിൽ ഒപ്പിട്ടത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. യുഎസിന്റെ ഏകപക്ഷീയമായ രീതിയിൽ യുഎസിന് മാത്രം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയുടെ പൂർണ്ണമായ കീഴടങ്ങലാണ് ഈ കരാർ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്
ഇന്ത്യയുടെ തീരുമാനങ്ങൾക്കുമേൽ മറ്റാരുടെയോ പിടിയുണ്ട്, അതായത് സമ്മൺ എൽസസ് ഹോൾഡ്, മറ്റൊരാളുടെ ഹോൾഡ് അല്ലെങ്കിൽ മറ്റൊരാളുടെ പിടി ഇന്ത്യക്ക് മേലുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സർക്കാരായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു കരാർ ആയിരിക്കില്ല ഒപ്പിടുക. മാത്രമല്ല തങ്ങളുടെ കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട്, കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട്, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട്, ഡിജിറ്റൽ സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കരാറായിരിക്കും ഇന്ത്യ സഖ്യമായിരുന്നുവെങ്കിൽ ഭരിക്കുന്നതെങ്കിൽ ഒപ്പിടുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ US വ്യാപാര കരാർ ഒപ്പിടുന്നതിലൂടെ ഇന്ത്യയുടെ ഡിജിറ്റൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സാങ്കേതിക സുരക്ഷയും കോംപ്രമൈസ് ചെയ്തു എന്ന് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. അതായത് അമേരിക്കയിലേക്ക് ഇന്ത്യയിലെ ആളുകളുടെ അടക്കം ഡാറ്റ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെയും അതുപോലെ തന്നെ മറ്റ് വളരെയധികം നിർണായകമായിട്ടുള്ള മറ്റ് വിവരങ്ങളുടെയും ഒരു ഒഴുക്ക് അല്ലെങ്കിൽ അതുകൂടി വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഡാറ്റ ബ്രീച്ച് അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിവരങ്ങളുടെ ഒരു ഒഴുക്ക് ഇതിലൂടെ നടത്തുകയാണ് ഉണ്ടായത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിവരങ്ങളുടെ ഒരു പൂളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ കാരണമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സർക്കാർ താരിഫുകൾ കുറച്ചു, അതുപോലെ തന്നെ ഇന്ത്യൻ ഡാറ്റകൾ കൈമാറി. മാത്രമല്ല വിദേശ സ്ഥാപനങ്ങൾക്ക് 20 വർഷത്തോളം നികുതി അവധി അനുവദിച്ചു. കർഷകരെ, നമ്മുടെ സാധാരണക്കാരായ കർഷകരെ യന്ത്രവൽകൃതമായിട്ടുള്ള അമേരിക്കൻ വിപണിയുടെ മത്സരത്തിന് ഇട്ടുകൊടുത്തു. തുണിത്തര മേഖലയെ ദുർബലമാക്കി, ഊർജ്ജ സംരക്ഷണ സംഘത്തെ വിട്ടുവീഴ്ച ചെയ്തു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേൽപ്പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നേട്ടമില്ലാത്തൊരു കരാറാണ്, അമേരിക്കയ്ക്ക് മാത്രം നേട്ടമുള്ള ഒരു കരാറാണ് ഇത്. പൂർണ്ണമായ കീഴടങ്ങലായി തന്നെ അല്ല ഇതിനെ കാണേണ്ടത്. അങ്ങനെ അല്ലാതെ മറ്റെങ്ങനെയാണ് ഇതിനെ കാണാനാവുക? നിങ്ങൾക്ക് നാണമില്ല ഇത്തരത്തിൽ രാജ്യത്തെ വിൽക്കാൻ എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായും ഇന്ത്യയുടെ സംരക്ഷണം അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളെല്ലാം തന്നെ വിൽക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാവിയെ അപകടത്തിലാക്കിക്കൊണ്ട് BJPയുടെ സാമ്പത്തിക ഘടന സംരക്ഷിക്കാനാണ് ഈ ശ്രമം എന്നും അദ്ദേഹം ആരോപിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ US കരാറിനെ വ്യാപാര കരാർ എന്ന് പറയുന്നത് സർക്കാർ കൈകാര്യം ചെയ്യുന്നത്, ഈ സർക്കാർ ഇതിനെ കാണുന്നത് എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് എന്നും ഇന്ത്യയുടെ നേട്ടങ്ങളില്ല എന്നുള്ള കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് എന്നുള്ളതും അദ്ദേഹം അതിലേക്ക് പറയുകയുണ്ടായി. ഇന്ത്യയുടെ ഡിജിറ്റൽ പരമാധികാരത്തിൽ സർക്കാർ വലിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തു. വലിയ ടെക് ഭീമന്മാരായിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് വലിയ രീതിയിൽ AI പോലുള്ള നിർമ്മിത ബുദ്ധിക്കൊക്കെ ആളുകളുടെ മാനവ വിഭവശേഷി ഉപയോഗപ്പെടുത്താം എന്നിരിക്കെ അതെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ടെക് സ്ഥാപനങ്ങൾക്ക് നികുതി അവധികൾ വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ ഡിജിറ്റൽ നികുതി പരിമിതപ്പെടുത്തി. ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു, അത് ഉപേക്ഷിച്ചു. ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഇന്ത്യയുടെ ഡിജിറ്റൽ സുരക്ഷ കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ലോക്സഭയിൽ ബഹളത്തിന് കാരണമായ മറ്റൊരു പരാമർശമായിരുന്നു എപ്സ്റ്റീൻ ഫയൽസ് എന്നത്. അമേരിക്കയിലെ ഒരു വലിയ രീതിയിൽ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ലൈംഗിക കുറ്റവാളിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ എന്നറിയപ്പെടുന്ന എപ്സ്റ്റീൻ. ഈ എപ്സ്റ്റീൻ്റെതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രേഖകളിൽ അനിൽ അംബാനിയുടെയും അതുപോലെ തന്നെ ഹർദീപ് സിംഗ് പുരിയുടെയും പേരുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇത് വലിയ രീതിയിൽ ബഹളത്തിന് കാരണമായി. അജണ്ടയിൽ ഇല്ലാത്ത ഒന്നും തന്നെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സ്പീക്കർ ജഗദാംബിക പാൽ രാഹുൽ ഗാന്ധിയോട് ഇതിന് മറുപടിയായി പറഞ്ഞത്. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസിൽ തന്നെ അനിൽ അംബാനിയുടെയും അതുപോലെ തന്നെ ഹർദീപ് പുരിയുടെയും പേരുകൾ പലതവണ പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നും 18 മാസമായി ഈ അനിൽ അംബാനിയുടെ പേരുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യൻ സർക്കാർ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടുകൂടിയാണ് സ്പീക്കർ ഇടപെടുകയും ഇത് അജണ്ടയിൽ ഇല്ലാത്തതാണ്, സഭയെ ബാധിക്കാത്തതാണ്, അതായത് സഭയിൽ ഈ ബജറ്റാണ് വിഷയം, ബജറ്റിന്മേലുള്ള ചർച്ച വിഷയം, അതുമായി ബന്ധമില്ലാത്ത ഒന്നും പറയേണ്ടതില്ല എന്ന് സ്പീക്കർ ഇടപെട്ടത്. എന്നാൽ അതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ ബഹളം ഉണ്ടായത്. എന്തായാലും ഇന്ന് ഈ ബജറ്റിന്റെ തുടർച്ചയായി ഉണ്ടായ ചർച്ചയിലും പ്രസംഗത്തിലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിൽ തന്നെ ഈ വ്യാപാര കരാർ എന്ന് പറയുന്ന ആ ഒരു വിഷയവും അതുപോലെ തന്നെ എപ്സ്റ്റീൻ ഫയൽസും മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ് ഭരണപക്ഷത്തിന് നേരെ നടത്തിയത്. ശരി അതുല്യ.
ലോക്സഭയിൽ മറുപടി നൽകവേ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPA സർക്കാർ തങ്ങളുടെ ഭരണകാലത്ത് ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന് മന്ത്രി ആരോപിച്ചു. ബജറ്റ് ശരിയായി വായിക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് തങ്ങളെ ഉപദേശിക്കാൻ വരുന്നതെന്നും ആരാണ് കർഷകരെയും രാജ്യത്തെയും വിറ്റതെന്ന് ജനങ്ങൾ ഇന്ന് കേൾക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കോൺഗ്രസ് കർഷകരെയും ദരിദ്രരെയും വിട്ടു തീർത്തുവെന്നും സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് കോൺഗ്രസ് ഭരണകൂടമാണ് നേർപ്പിച്ചതെന്നും ധനമന്ത്രി വിമർശിച്ചു. പ്രതിപക്ഷം എത്ര ബഹളം വച്ചാലും തന്റെ ശബ്ദം മുങ്ങിപ്പോവില്ല എന്നും അവർ സഭയിൽ പറഞ്ഞു. लीडर ऑफ द ऑपोजिशन हमें सजेशंस दे रहे हैं, नेगोशिएशन कैसे करना है. किसान को गरीब को सेल कर दिया 2013 में और उससे पहले 2009 में शर्म एल शेख में जाकर के भारत और पाकिस्तान को जोड़कर हाइफरेट कर और टेररिज्म से ताल्लुक नहीं है, हम पाकिस्तान के साथ समझौता करेंगे, बात भी करेंगे करने वाले डॉक्टर मनमोहन सिंह, ये कांग्रेस वाले पाकिस्तान से इंडिया को जोड़ करके वी विल टॉक विद पाकिस्तान और टेररिज्म से लिंक नहीं है कहने वाले ये कांग्रेस वाले आज आकर के हमें एडवाइस दे रहे, नेगोशिएशन कैसे करना है. सेल करने वाले आप लोग हैं, किसान को भी गरीब को भी इस देश को भी पाकिस्तान से जोड़ने वाले आप लोग हैं. चिल्ला चिल्ला के मेरे आवाज को बंद नहीं कर सकते, ये पूरे देश सुनेगा, ये पूरे देश सुनेगा. आप आकर के इधर हमें एडवाइस दे रही हो. यस, किरण रिजिजू ने सही कहा, भारत को बेचने वाले कोई मां की लाडला अभी तक जन्म नहीं हुआ, मोदी जी कभी नहीं करेंगे. थैंक यू मैडम. കരസേന മുൻ മേധാവി MM നരവനെയുടെ വിവാദ പുസ്തകം ചോർന്നതിൽ പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന് നോട്ടീസ് അയച്ച ഡൽഹി പോലീസ്. അന്വേഷണത്തിൽ പങ്കുചേരാൻ പ്രസാധകരോടും പോലീസ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ലഭിച്ചു എന്നതും അന്വേഷിക്കുന്നുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തു. 4 Stars ഓഫ് ഡെസ്റ്റിനിറ്റി എന്ന പുസ്തകത്തിന്റെ പ്രീപ്രിന്റ് കോപ്പിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ PDF പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്നും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയതിൽ ഭരണപക്ഷം എതിർത്തിരുന്നു. എപ്സ്റ്റൈൻ ഫയൽസിൽ തന്റെ പേരുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പാർലമെന്റിന് മുന്നിൽ ചില കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു യുവ നേതാവ് നമുക്കുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന്റെ ഒരു ശീലമാണെന്നായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്. എപ്സ്റ്റൈനെ കണ്ടിട്ടുണ്ട്, താൻ ജോലി ചെയ്ത സന്നദ്ധ സംഘടനയുടെ ഭാഗമായിട്ടാണ് കണ്ടത്. അന്ന് താൻ സർക്കാരിന്റെ ഭാഗമായിരുന്നില്ല എന്നും സ്വകാര്യ വ്യക്തിയായിട്ടാണ് എപ്സ്റ്റൈനെ കണ്ടതെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ഒരു ഇമെയിൽ സന്ദേശം എപ്സ്റ്റൈൻ അയച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യയെ പരിചയപ്പെടുത്തുകയായിരുന്നു താൻ. എപ്സ്റ്റൈന്റെ മറ്റ് കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. During the session, मेरा नाम लिया in the context of some developments elsewhere, the Epstein files. So I just want to share some information with you. My boss in the IPI, Mr. Terry Rod Larson, was the person who knew this particular infamous person, Mr. Epstein. And it is as part of a delegation of the IPI or the ICM that I met Mr. Epstein on a few occasions, 3 or maximum 4. It's a long email. Anybody wants a copy, it's available on the internet. The DOJ, Mr. Rahul Gandhi says, the Department of Justice has put out flights. अरे भाई दुनिया ने देख लिया, उसको एनालाइज कर लिया.
കേന്ദ്ര ബജറ്റിനെതിരായ വിമർശനങ്ങളെല്ലാം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും 2047 രാജ്യം എങ്ങനെയാകണമെന്ന ദീർഘവീക്ഷണത്തോടെയാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ആലപ്പുഴയിൽ എയിംസ് വരണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും അവിടെ സ്ഥലം ലഭിച്ചില്ലെങ്കിൽ തൃശൂരിൽ നേടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസ് വിഷയത്തിൽ കേരളം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹം ഇനിയും സമയം ഉണ്ടെന്നും സ്ഥലം ഏറ്റെടുത്താൽ എയിംസ് കൊണ്ടുവന്നിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിൽ എയിംസ് എവിടെയെന്ന ചോദ്യത്തിന് 2016 പ്രഖ്യാപിച്ചതാണല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. ഇനി വിശദമായ വാർത്തയിലേക്കാണ്. സംസ്ഥാന സർക്കാർ പമ്പാ തീരത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടിൽ ദേവസ്വം ബോർഡിനോട് മറുപടി തേടി ഹൈക്കോടതി. സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കോടതി പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. ദേവസ്വം ബോർഡ് 10 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട് ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. കാലം മാറും, ഡിസൈൻ മാറും, പക്ഷെ സ്വർണത്തിനോടുള്ള പ്രണയം എന്നും ഒരുപോലെ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. BAS ഹോൾമാർക്ക് സ്വർണം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റൈലിഷ് ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈൻസിലും. മാത്രമല്ല, ഡയമണ്ട്സുകൾക്കായി TPRന്റെ സ്വന്തം ബ്രാൻഡായ TPR വജ്രയിലൂടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ ഓരോ ഓർമ്മകളും സ്വർണം പോലെ തിളങ്ങട്ടെ. പൊന്നിൽ തീർത്ത പരിശുദ്ധി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, the ultimate dandruff solution. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ
അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരുപാട് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 600ഓളം പേർ മാത്രമാണ് പങ്കെടുത്തതെന്നും അത്തരമൊരു പരിപാടിക്ക് 8 കോടി രൂപയോളം ചെലവായി എന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കോടതിയിൽ അവർ പറഞ്ഞതിന് സത്യവാങ്മൂലം കൊടുത്തത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ്. ഒരുപാട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കാരണം ഈ 500-600 പേര് പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഈ 3 കോടി 8 കോടിയൊക്കെ എവിടെ നിന്നാണ് വന്നത് ചെലവാകുന്നത്? മുഴുവൻ കളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിന്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത്. ശരിക്കും അത് അന്വേഷിക്കട്ടെ. കോടതി തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. കോടതിയുടെ മുൻപാകെയാണ് തെറ്റായ വിവരം കൊടുത്തത്. കോടതി അന്വേഷിക്കട്ടെ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാളി കേസിൽ 3ാം പ്രതിയാണ് വാസു. 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ഇതോടെ സ്വർണ്ണക്കവർച്ച കേസിൽ 4 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഒരാൾക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് സുപ്രീം കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശം. കൊടിമരത്തിലെ സ്വർണവും അടിച്ചുമാറ്റിയെന്ന വാർത്ത കണ്ടു. എല്ലാം അടിച്ചുമാറ്റിയില്ലേ എന്നും കോടതി ചോദിച്ചു. കേസിൽ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് സുപ്രീം കോടതി നീട്ടി. 18-ാം തീയതി ചോദ്യം ചെയ്യലിനായി ഹാജരാകണം. അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ, ഇടനിലക്കാരായ കൽപേഷ് എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചത് S. ജയശ്രീയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ബെലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ജ്വല്ലറിയിൽ എത്തിച്ചത് കൽപേഷാണ് എന്നതാണ് കണ്ടെത്തൽ. ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ED നോട്ടീസ് അയച്ചിരുന്നു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,530 രൂപ, പവന് 1,16,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,010 രൂപ, പവന് 96,080 രൂപ. വെള്ളി ഗ്രാമിന് 290 രൂപ, കിലോ 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണം തുടങ്ങി. കൊടിമരത്തിനായി സ്വർണം നൽകിയ 27 പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എല്ലാവർക്കും ഉടൻ നോട്ടീസ് നൽകും. കൊടിമരത്തിനായി എത്ര സ്വർണം സംഭാവനയായി ലഭിച്ചുവെന്ന് കണ്ടെത്താനായാണ് മൊഴിയെടുപ്പ്. കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി, മോഹൻലാൽ അടക്കം 8 നടന്മാർക്കാണ് കൊടിമരത്തിൽ പൊതിയുന്നതിനായി സ്വർണം നൽകിയവർ. ഇതിനു പുറമെ സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലരും വ്യവസായികളും സ്വർണം നൽകിയിട്ടുണ്ട്. എന്നാൽ അഡ്വക്കേറ്റ് കമ്മീഷണർ SP കുറുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് വളരെ കുറച്ചുപേരുടെ പേരുകൾ അവർ എത്ര സ്വർണം നൽകി എന്നുള്ള വിവരമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണമായി വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചത്.
താൻ പാലയിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പരസ്യ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചൊരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുന്നതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. മാണിസഖാവിന്റെ പ്രവർത്തനങ്ങളിലെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാണിസഖാവൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ പണ്ട് കാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട് കൈയിട്ടിട്ട് സത്യം ചെയ്യും. അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. CPM ജില്ലാ കമ്മിറ്റി അംഗം S മനോജാണ് പരാതി നൽകിയത്. ആന്റോ ആന്റണി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിലും സത്യവാങ്മൂലത്തിലും കളവ് കാട്ടിയെന്നാരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമ NM രാജുവുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയില്ല എന്നതാണ് പരാതി. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ മറച്ചുവെച്ചുവെന്നും പരാതിയിൽ പറയുന്നു. സൂരജ് ലാമ കേസിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനത്തിന് പിന്നാലെ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കേസ് SIT അന്വേഷിക്കണം എന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സൂരജ് ലാമ ഇന്ത്യയിലെത്തിയതു മുതൽ മൃതദേഹം കണ്ടെത്തിയതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. കൊലപാതക സാധ്യതയും അന്വേഷിക്കണം. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുതെന്നും സൂരജ് ലാമയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പത്തനംതിട്ട തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളും കീഴടങ്ങി. ഒളിവിലായിരുന്ന കിരണും സജിനുമാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഇതോടെ കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളും പിടിയിലായി. മുഖ്യപ്രതി മരണസുബിൻ, മറ്റ് പ്രതികളായ ബെർലിൻ ദാസും വരുൺ കുമാറും നേരത്തെ പിടിയിലായിരുന്നു. സ്പാ കേന്ദ്രങ്ങളിൽ നിന്ന് ഗുണ്ടാപ്പിരിവ് ലഭിക്കാത്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്നായിരുന്നു അതിക്രമം. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന റെയ്ഡുകളിൽ എതിർപ്പുകളുമായി ലക്ഷറി സലൂൺ ഓണേഴ്സ് അസോസിയേഷൻ. സ്പായുടെ പേരിൽ കേരളത്തിൽ നടത്തിവരുന്ന റെയ്ഡിനെ സംബന്ധിച്ച് മാന്യമായി ഉപജീവനം നടത്തുന്ന സലൂൺ ഉടമകളുടെ ജീവിതമാർഗത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു. തൃശൂർ മുള്ളൂർക്കരയിൽ ദുരൂഹ സാഹചര്യത്തിൽ വീട് കത്തി നശിച്ചു. മുള്ളൂർക്കര സ്വദേശി സുരേഷിന്റെ വീടാണ് ഭാഗികമായി കത്തി നശിച്ചത്. സുരേഷിന്റെ മകൾ സ്കൂൾ വിട്ടെത്തിയപ്പോഴാണ് വീട് കത്തിയ നിലയിൽ കണ്ടത്. നാട്ടുകാർ ചേർന്ന് തീയണച്ചു. ബസിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചുവെന്ന് ആരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 22 ദിവസത്തിനു ശേഷമാണ് ഷിംജിത പുറത്തിറങ്ങുന്നത്. മാസത്തിൽ 2 തവണ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലെന്നും ജാമ്യ ഉത്തരവിലെ ഉപാധികളിലുണ്ട്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഷിംജിത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്.
BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം ഉണ്ടാകാൻ സാധ്യതയില്ല. LDFും UDFും മേഖലാ ജാഥകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തുകയാണ് BJP. ആദ്യഘട്ടത്തിൽ 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ BJP നേതൃത്വം തീരുമാനിച്ചുവെങ്കിലും പ്രഖ്യാപനം ഉടൻ വേണ്ട എന്നതാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. D. ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജാഥകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണെങ്കിൽ BJP ആകട്ടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ തൃശ്ശൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചുവരെഴുത്തിലും പങ്കാളിയായി. അങ്ങനെ BJP വ്യത്യസ്തമായ രീതികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തിവരുന്നത്, പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്ന ചില പേരുകളൊക്കെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ആരൊക്കെ എവിടെ മത്സരിക്കും എന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയായും ഒരു ധാരണയും BJPയിലുണ്ടായില്ല. കാരണം ഇത് ഇടയ്ക്ക് ചെറിയൊരു ആശങ്ക BJPക്കും ഉണ്ടാക്കി, പ്രത്യേകിച്ചും കേന്ദ്ര ബഡ്ജറ്റ് വന്ന സമയത്ത്. വലിയ പ്രതീക്ഷയായിരുന്നു BJP നേതാക്കന്മാർക്കുൾപ്പെടെ കേരളത്തിൽ എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായി ചില പ്രഖ്യാപനങ്ങളും BJP നേതാക്കന്മാരും BJP അണികളുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചില്ല, ഒന്നും സംഭവിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ BJP നേതാക്കന്മാർക്കും ചെറിയ ഒരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിരാശ പിന്നീട് അവർ പിടിച്ചു നിന്നു. ആ നിരാശ ഒഴിവാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ നിരാശ ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും എയിംസ് വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം, അതിനു വേണ്ടിയുള്ള 3 സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം, അങ്ങനെ തുടങ്ങി ചില നിബന്ധനകളുണ്ടെന്നും ആ നിബന്ധനകൾ അനുസരിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചില്ല എന്നൊക്കെയായിരുന്നു BJP നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ആക്രമിക്കുന്നത്, BJPക്ക് നേരെ തിരിയുന്നത് എയിംസിൻ്റെ പേരിലാണ്. എന്തായാലും എയിംസ് വിഷയം ഉൾപ്പെടെയുള്ള BJPയുടെ നീക്കങ്ങളെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPIM-ഉം കോൺഗ്രസും നീങ്ങുന്നതും ഒപ്പം തന്നെ അവരുടെ പ്രചരണ ജാഥകളിൽ അവർ പറയുന്നതുമൊക്കെ. എന്തായാലും BJP മറ്റൊരു തരത്തിലെ നീക്കം തുടങ്ങിയിരിക്കുന്നു. കാരണം അവരുടെ ദേശീയ അധ്യക്ഷനെത്തി തൃശ്ശൂരായിരുന്നു അവർക്ക് പാർലമെന്റിലേക്ക് ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപി അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുകയും പിന്നീട് അദ്ദേഹം സഹമന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചായിരുന്നു നിതിൻ നവീൻ എത്തി അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയത്. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരും കൃത്യമായും മത്സരരംഗത്തുണ്ടാവും. പ്രത്യേകിച്ചും പഴയ നേതാക്കന്മാരെന്നോ പുതിയ നേതാക്കന്മാരെന്നോ യുവാക്കളെന്നോ യുവതികളെന്നോ അങ്ങനെ ഒരു മുൻതൂക്കമില്ലാതെ വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ പരമാവധി മത്സരിപ്പിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ ഗവർണറായിരുന്ന അല്ലെങ്കിൽ ഗവർണർമാരായിരുന്ന PS ശ്രീധരൻപിള്ള, അതുകൂടാതെ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേരുകൾ സ്ഥാനാർത്ഥികളുമായി പരിഗണിക്കുന്ന പട്ടികയിലുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടായ ചില വീഴ്ചകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ കിട്ടാതെ പോയത് അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന് അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുമോ എന്നൊരു ചോദ്യം നേതാക്കളുടെ മുഖത്തുണ്ട്. ഒപ്പം അണികൾക്ക് ഉണ്ട്. അണികളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് കാര്യമായൊന്നും കിട്ടിയില്ലെങ്കിലും കണക്കുകൾ നിരത്തി BJP നേതാക്കന്മാർ ചില കാര്യങ്ങളൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റെയിൽവേയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലുമൊക്കെ വലിയ തരത്തിൽ ധനസഹായം കിട്ടി എന്നൊക്കെയാണ് കേന്ദ്ര നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. അതിന് ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കന്മാരും പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് റെയിൽ പാതകളുടെ കാര്യത്തിലാണ്. ശബരി പാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് ആവശ്യമായ
നടപടി തുടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ ചില പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട അനുമതികൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 3000-ലധികം കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾക്ക് കേരളം സാക്ഷിയാകാൻ പോവുകയാണെന്നൊക്കെയാണ് ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് BJP വലിയ തരത്തിലുള്ള ഒരു ഇലക്ഷൻ പ്രചരണ പരിപാടിയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും ഇവിടെ അവർ ഉയർത്താൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ശബരിമല വിഷയം തന്നെയായിരിക്കും. ശബരിമല വിഷയത്തോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിലെ ഭരണപരമായ വീഴ്ചയും ഒപ്പം തന്നെ UDFന്റെ പ്രവർത്തന ശൈലിയിലുണ്ടായ മാറ്റങ്ങളും പ്രവർത്തനങ്ങളും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ കോൺഗ്രസുമായുള്ള ബാന്ധവവും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കും BJP വോട്ട് പിടിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇരിക്കുന്നു, പഴയകാല നേതാക്കന്മാരെല്ലാം തന്നെ ഇത്തവണയും BJPയിൽ മത്സരിക്കാനുണ്ടാകും. അതിൽ ഏകദേശം പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും നിരവധി പ്രാവശ്യം വലിയ പ്രതീക്ഷ BJPക്ക് നൽകിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരത്ത് ഇത്തവണ K. സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് BJP ആലോചിക്കുന്നുണ്ട്. നേമമാണ് മറ്റൊരു മണ്ഡലം. നേമത്ത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പറയുമ്പോൾ കഴക്കൂട്ടത്ത് V. മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറച്ച തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഇതുവരെയായും BJP പുറത്തേക്ക് വിട്ടിട്ടില്ല. കാരണം BJPക്കും ഒരു പ്രഖ്യാപിത നയമുണ്ട്. BJP കേന്ദ്ര നേതൃത്വമായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അപ്പോൾ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ആ പ്രഖ്യാപനത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലവിൽ ചില പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ ഊഹാപോഹങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് BJP നേതാക്കന്മാർ. എന്തായാലും വരും ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും. ഫെബ്രുവരി അവസാന വാരത്തിലോ മാർച്ച് ആദ്യ വാരത്തിലോ തിരുവനന്തപുരത്ത് വന്നതുപോലെ തന്നെ എറണാകുളത്തും പ്രധാനമന്ത്രി എത്തും. വലിയ തരത്തിലുള്ള ജാഥകളും റാലികളും സംഘടിപ്പിക്കും എന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. വലിയ താമസമില്ലാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഒപ്പം ഇലക്ഷൻ പ്രഖ്യാപനവും ഒക്കെ വരാൻ പോകുന്ന ആഴ്ചകളിൽ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ചില വിജയങ്ങളൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ തരത്തിലുള്ള വോട്ട് വർധന ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ BJP നേതാക്കന്മാർക്കിടയിൽ ചെറിയ തരത്തിലല്ലാത്ത ആശങ്കയുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ ഇവരുടെ പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത് 10 സീറ്റിൽ കുറയാതെ BJP കിട്ടും എന്നുള്ളത്. ഇപ്പോൾ അത്തരം പ്രതീക്ഷകളില്ല. ആ പ്രതീക്ഷകളൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകാം എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ BJP ശക്തി സംഭരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങും എന്ന് നേതാക്കന്മാർ പറയുമ്പോഴും കേന്ദ്രം ഒന്നും തന്നിട്ടില്ല എന്ന വാദഗതി ഉന്നയിച്ചുകൊണ്ട് എതിർക്കാൻ LDFും UDFും കേരളത്തിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ദേശീയഗാനത്തിന് മുൻപ് വന്ദേമാതരം ആലപിക്കണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. വന്ദേമാതരം ദേശീയഗാനവും ആലപിക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പത്മബഹുമതി പോലെയുള്ള സിവിലിയൻ അവാർഡ് ദാന ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടികളിലും വരുമ്പോഴും പോകുമ്പോഴും ദേശീയഗാനം ആലപിക്കണം. സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള പൊതു ഇടങ്ങളിലും ദേശീയഗാനം ആലപിക്കണം. ഈ ചടങ്ങുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിർബന്ധമല്ല. ദേശീയഗാനം തടസ്സപ്പെടുത്തുകയോ മറ്റുള്ളവരെ തടയുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന 25% തീരുവ നീക്കം ചെയ്ത അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിജ്ഞാപനം ഇറക്കി. ഫെബ്രുവരി 7 ശേഷവും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ നീക്കം ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റഷ്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ ചുമത്തിയ 25% പിഴത്തീരുവ ഒഴിവാക്കിയ ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത്. ഇതോടെ ഇന്ത്യക്കുമേലുള്ള തീരുവ 18%. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കുമേൽ അധിക നികുതി ചുമത്തിയിരുന്നത്. രാഹുൽ
മാക്കുട്ടത്തിനെതിരായ ബലാത്സംഗ ആരോപണത്തിലെ ആദ്യ പരാതിക്കാരിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ അഭിഭാഷക ദീപ ജോസഫിന് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന് ദീപ ജോസഫിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ദീപയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. അഭിഭാഷകയായ എന്ന നിലയിൽ പ്രയോഗിക്കാവുന്ന വാക്കുകളാണോ ഉപയോഗിച്ചതെന്നതാണ് കോടതി ചോദിച്ചത്. അതിജീവിതയുടെ ഭർത്താവ് സ്വകാര്യമായി പങ്കുവച്ച വിവരങ്ങളാണ് പരസ്യമാക്കിയത് എന്നതാണ് ദീപയുടെ വാദം. കോടതി തള്ളി. ഭർത്താവ് പറഞ്ഞുവച്ച എല്ലാം പരസ്യമായി എഴുതാമോ എന്നും കോടതി ആരാഞ്ഞു. ഹൈക്കോടതിയെ സമീപിക്കാൻ ദീപയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. ദീപയുടെ ഹർജി അതിജീവിത തടസ്സ ഹർജി നൽകിയിരുന്നു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കണ്ണൂർ ചക്കരക്കലിൽ പീഡനക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പോക്സോ അടക്കം 2 പീഡനക്കേസുകളിലെ പ്രതിയായ സദാനന്ദൻ എന്നയാൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനോജ് മയ്യിൽ ചേരുന്നുണ്ട്. മനോജ്, കേസിനാസ്പദമായ സംഭവവും അതിന്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണ്? കണ്ണൂർ ചക്കരക്കൽ മിടാവിലോടെ കെ സദാനന്ദനെയാണ് ഈ പീഡനക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ളത്. ഈ പീഡനക്കേസിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ പ്രതിക്ക് കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചിട്ടുള്ളത്. 2023-24 കാലയളവിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത്. മാനസിക പ്രയാസം അനുഭവിക്കുന്ന യുവതിയെ അവരുടെ വീട്ടിൽ എത്തിയാണ് ഈ പ്രതി പീഡിപ്പിച്ചത്. യുവതി ഗർഭിണി ആയതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ഇതേ വീട്ടിലെ തന്നെ 10 വയസ്സുകാരിയെയും പ്രതി പീഡിപ്പിച്ചിരുന്നു. ചക്രക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. DNA ടെസ്റ്റ് അടക്കം പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രതിക്കെതിരെ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ വൃദ്ധയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ഇപ്പോൾ
ജയിലിൽ കഴിയുകയാണ്. അതായത് ഈ പ്രതി ഇത്തരം കേസുകൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ നിരന്തരം പെടുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പ്രീതാകുമാരിയാണ് കോടതിയിൽ ഹാജരായത്. നിരന്തരം ഇത്തരം കേസുകളിൽ പ്രതി പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രതി സമാനമായ കേസുകൾ കുറ്റകൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് കോടതി പരിഗണിക്കുകയാണ് ചെയ്തത്. കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് MT ജലജ റാണിയാണ് ഈ പ്രതിയെ ശിക്ഷിച്ചിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഈ പ്രതി ഈ കുറ്റം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിരന്തരം ആ വീട്ടിൽ സന്ദർശിക്കുകയും ആ യുവതി മാനസികമായ പ്രയാസം നേരിടുന്ന ആ യുവതിയെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പോലീസും കോടതിയിൽ നൽകിയ വിശദീകരണം. അങ്ങനെ പ്രോസിക്യൂഷൻ ദീർഘനാൾ നടന്ന ഈ പ്രോസിക്യൂഷന്റെ വാദത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ശരി മനോജ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ 2 പീഡന കേസുകൾക്ക് പുറമെ മറ്റ് പല പീഡനങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനോജ് പറയുന്നത്? തീർച്ചയായും ആ പ്രതി ഇപ്പോൾ ജയിലിലാണ്. ഒരു വൃദ്ധയെ പീഡിപ്പിച്ച കേസിലാണ് ആ പ്രതി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. അത് തളിപ്പറമ്പ് ഭാഗത്ത് നടന്ന ഒരു കേസാണ്. അതിലാണ് ഇപ്പോൾ പ്രതി ജയിലിൽ കഴിയുന്നത്. അങ്ങനെ ഈ തുടർച്ചയായി ഇത്തരം കേസുകളിൽ പെടുന്ന ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് കോടതി അംഗീകരിച്ചതും. അതായത് 20 വർഷമാണ് ആ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാനും പ്രതി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ മാനസിക പ്രയാസം നേരിടുന്ന യുവതിയുടെ വീട്ടിൽ തന്നെയുള്ള 10 വയസ്സുകാരിയെയും ഈ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് 20 വർഷം തടവും 20,000 രൂപ പിഴയുമുണ്ട്. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ശരി മനോജ്, കണ്ണൂർ ചക്കരക്കലിലാണ് പീഡനക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പോക്സോ അടക്കം 2 പീഡനക്കേസുകളിലെ പ്രതിയായ സദാനന്ദൻ എന്നയാൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്നും മനോജ് മയിലാണ്. ഹോട്ടലിൽ കൂട്ടയടി. ടേസ്റ്റി ഹഡ് എന്ന ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവമുണ്ടായത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഹോട്ടലിലെത്തി സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് ഹോട്ടലിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പരാതിയിൽ പറയുന്നു. ഹോട്ടൽ ഉടമ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഹോട്ടലിൽ കൂട്ടയടി നടന്നിരിക്കുന്നത്. ടേസ്റ്റി ഹഡ് എന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഹോട്ടലിലെത്തി സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് ഹോട്ടലിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഉടമ നൽകിയ പരാതിയിൽ പറയുന്നത്. ഹോട്ടൽ ഉടമ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഈ സംഘർഷമുണ്ടാക്കിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പത്തനംതിട്ട
പത്തനംതിട്ടയിൽ ആന്റണി എംപിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ എംപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം. ഡിവൈഎഫ്ഐ മാർച്ചിന്റെ സമയത്ത് തന്നെയാണ് ആന്റണിയുടെ ഓഫീസിന് സമീപം ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസുകാർ എത്തിയത്. തുടർന്ന് എംപിക്കെതിരെ ആരോപണമുന്നയിച്ച CPI മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ കോലം കത്തിച്ചും പ്രതിഷേധിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് N ശൈലാഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ ആന്റണി എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ശബരിമല കൊള്ളക്കാരുമായി ആന്റണി എംപിക്കുള്ള ബന്ധവും അനധികൃത പണമിടപാടും അന്വേഷിക്കുക, MP സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോറ്റിയുമായി എംപിക്ക് എന്താണ് ബന്ധമെന്നും ഇതിന്റെയെല്ലാം യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങൾക്ക് അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി കായിക വാർത്തകളിലേക്ക്. T20 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് നാടകീയ ജയം. രണ്ടാം സൂപ്പർ ഓവറിലാണ് ദക്ഷിണാഫ്രിക്ക വിജയിച്ചത്. ആദ്യ സൂപ്പർ ഓവറിൽ സ്കോർ ഒപ്പത്തിനൊപ്പമായതോടെയാണ് മത്സരം രണ്ടാം സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയത്. 24 റൺസായിരുന്നു രണ്ടാം സൂപ്പർ ഓവറിൽ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിരുന്നത്. തുടർച്ചയായി 3 സിക്സർ പറത്തിയ റഹ്മാനുള്ള അവസാന പന്തിൽ ലക്ഷ്യം കാണാനായില്ല. അവസാന സിക്സർ പറത്താനുള്ള ശ്രമത്തിനിടെ ഗുർബാസ് പുറത്തായി. ഇരു ടീമുകളും നിശ്ചിത ഓവറിൽ 187 റൺസാണ് എടുത്തത്. തുടർന്ന് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയായിരുന്നു. ടീം ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ അഭിഷേക് ശർമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയറ്റിലെ അണുബാധയെ തുടർന്നാണ് ചികിത്സ തേടിയത്. നബീനയ്ക്ക് എതിരായ ലോകകപ്പ് മത്സരം അഭിഷേക് ശർമ്മയ്ക്ക് നഷ്ടമായേക്കും എന്നതാണ് റിപ്പോർട്ട്. അഭിഷേകിനെ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ചില പരിശോധനകൾ തുടരുകയാണെന്ന് BCCI വൃത്തങ്ങൾ അറിയിച്ചു. തൃശൂരിൽ ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വൻ ഗുണ്ടാസ് സംഘം പിടിയിൽ. 34 അംഗം സംഘത്തെ പിടികൂടി തൃശൂർ റൂറൽ പോലീസ്. 23 പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതകമടക്കം 100-ലധികം കേസുകളിൽ പ്രതികളായവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 14 ബൈക്കുകളും 4 കാറുകളും മാരക ആയുധങ്ങളും മയക്കുമരുന്നുകളും പിടികൂടി. പ്രതികളുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 1-ലധികം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വൻ കവർച്ചയ്ക്ക് സംഘം ലക്ഷ്യമിട്ടതായിട്ടാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും. അപ്പോൾ ഇന്ന് കോടതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി കൊടുത്ത് വീണ്ടും കസ്റ്റഡി വാങ്ങിക്കുന്നുണ്ട്. ഇവരെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അന്വേഷണം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും വളരെ വിപുലവും വിശദമായ അന്വേഷണം ഇവരെ കുറിച്ചുണ്ട്. അവരുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ ബന്ധങ്ങൾ, ഇവരുടെ ഇടപാടുകൾ, ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോടൊക്കെ ബന്ധപ്പെട്ടു, എന്തൊക്കെ അവർ ചർച്ച ചെയ്തു, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൊല്ലം അഞ്ചൽ പഞ്ചായത്തിൽ വീട് ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയെ തുടർന്ന് പൂട്ട് പൊളിച്ച് AIYF. അഞ്ചൽ സ്വദേശി ജിഷിയുടെ വീടിന് നേരെയാണ് നടപടി. 2018-ൽ 10 ലക്ഷം രൂപ ലോൺ എടുത്തുവാങ്ങി പശുക്കൾക്ക് രോഗം ബാധിച്ച് മരണപ്പെട്ടതോടെ വരുമാനം മുടങ്ങിയതിനെ തുടർന്ന് ലോൺ അടയ്ക്കാൻ കഴിയാതെയായി. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ടായിരുന്ന പ്രായമായ അച്ഛനെയും അമ്മയെയും 2 വയസ്സുള്ള കുട്ടിയെയും ഉൾപ്പെടെ രാത്രി മുഴുവൻ വീടിന് പുറത്താക്കി വീട് പൂട്ടുകയായിരുന്നു. MLAയുടെ നിർദ്ദേശത്തെ തുടർന്ന് AIYF പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ വീടിനുള്ളിൽ കയറ്റി താമസിപ്പിച്ചു. ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പാവപ്പെട്ട മനുഷ്യരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല എന്ന സർക്കാർ തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെ പ്രവർത്തകർ പറഞ്ഞു.
2017 പശുവിൻ്റെ ലോണായിട്ട് കൃഷി ആവശ്യത്തിനായിട്ട് എടുത്തതാണ്. അപ്പോഴും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാതിട്ടായിരിക്കാം പാലും കിട്ടിയില്ല, കുറേയൊക്കെ വീണുപോയി, കുട്ടികളെ ഒന്നിനെ പോലും കിട്ടിയില്ല, എല്ലാം ചത്തുപോയി. അപ്പോഴും പിന്നെ നമുക്ക് പിന്നെ കുറച്ചൊക്കെ നമ്മൾ അടച്ചു. പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ കിടന്നങ്ങ് പെരുവി. ഇങ്ങനെ ഇന്നലെ വൈകിട്ട് ഇതിനുമ്പ് നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു 5:30 മണിയായിട്ട് വന്നിട്ട് പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കാൻ പറഞ്ഞു. അപ്പോഴും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് 2 പേര്. ഇന്നലെ ഇവിടെ ഇവിടെ വെളിയിലാണ് നമ്മൾ കിടന്നത്. കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവർ പൈസ കുറച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കൂടെയുള്ള ഒരു തുച്ഛമായ വസ്തുവും ഒരു വീടും മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രത്യേക റൂളുണ്ട്. കിടപ്പാടം ഇറക്കി വിട്ട് ജപ്തി ചെയ്യരുതെന്നുള്ള റൂള് പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഈ വീട് ജപ്തി ചെയ്തത്. ഇന്നലെ രാത്രി ഇവർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ട് MLA അറിയിക്കുകയും ചെയ്തു. MLA അറിയിച്ചതിനെ തുടർന്ന് AYFൻ്റെ പ്രവർത്തകരും MLAയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടാണ് ഇവരെ ഇപ്പം ഈ വീടിൻ്റെ പൂട്ട് പൊളിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. കൊല്ലം ചിതറ കണ്ണങ്കോട് KLVMS സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്മാർട്ട് ക്ലാസ്സിൽ പഠിക്കാൻ സൗകര്യമൊരുക്കി പുതിയ മാനേജർ സുനിലൻ പിള്ളை. 68 വർഷം പഴക്കമുള്ള സ്കൂളാണ് ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രദേശത്തെ ഏറ്റവും വലിയ LPS ആയത്. പുതിയതായി പണിത 2 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഭാവിയിൽ അധ്യാപകരൊക്കെ ആകുമ്പോൾ സ്കൂളുകളിലേക്ക് റിട്ടയർമെൻറ്റ് ചെയ്താലും തിരിച്ചൊക്കെ വരുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. ഇനി ഇവിടെ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ തിരിച്ചു പോകുമ്പോൾ അവരാലോചിക്കും നാളെ മുതൽ നമുക്ക് സ്കൂളിൽ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സങ്കടം അധ്യാപകരെ സംബന്ധിച്ചുണ്ടാകും. പക്ഷെ ഒരുപാട് ശിക്ഷ സമ്പത്തുള്ള ആൾക്കാരാണ് അവർ. എവിടെ ചെന്നാലും അവർ നല്ലതുപോലെ ജനം അംഗീകരിക്കും. പഠിപ്പിച്ച കുഞ്ഞുങ്ങളും അതിനൊക്കെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണം, നമ്മുടെ കുട്ടികളെ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. MA ബേബിക്ക് തുറന്ന കത്തുമായി VSന്റെ അനുയായി സുരേഷ്. പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് ജീവിത അഭിലാഷമായിരുന്നു. നേതൃത്വത്തിലെ ചിലർ അവർ മാത്രം മതി ഈ പാർട്ടിയിലെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് പാർട്ടിക്ക് നല്ലതല്ല, തിരുത്തണം. ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം ലഭിക്കാൻ അർഹനല്ലേ? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? 2013 മെയ്യിലാണ് CPM കേന്ദ്ര കമ്മിറ്റി സുരേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി കമ്മിറ്റിയിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. VSന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വാർത്തകൾ നിർമ്മിച്ചു. പാർട്ടി വിരുദ്ധ മാധ്യമങ്ങളിലെ ലേഖകരുമായി സൗഹൃദം സ്ഥാപിച്ചു തുടങ്ങി. 7 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള കത്തിന്റെ ചിത്രവും സുരേഷ് പങ്കുവച്ചു. VS മത്സരിച്ചിരുന്ന മലമ്പുഴയിൽ സുരേഷിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് ഇത്തരമൊരു കത്ത്.